പള്ളിപ്പെരുന്നാൾ കൂടാലോ. ഏറ്റവും ഭാഗ്യം ലഭിച്ച ഒരു ടൈമായിരുന്നു. കാരണം ഈ സോങ് ഞാൻ പി ജയചന്ദ്രൻ അങ്കിളുമായിട്ടാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒറ്റൊരു പാട്ടേ ഞാൻ പാടിയിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹമായിട്ട് ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്, പല പ്രാവശ്യവും ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് സോങ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ. ഓക്കെ. അതേപോലെ തന്നെ ചേച്ചി 2014 ശരിക്കും ഒഫീഷ്യലി ഇതിലേക്ക് എൻ്റർ ആയത്. അതുവരെ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായിരുന്നു അതുവരെ, എന്തുകൊണ്ടാണ് വരാതിരുന്നത്? അല്ല, അതിനുശേഷം 2014 ഈ വരവ് എന്നൊക്കെ പറയുന്നത് മറ്റേ എന്താ പറയാ, നമ്മൾ കുഞ്ഞിലേ പാട്ടൊക്കെ പഠിച്ച് സംഗീതത്തിലേക്ക് വരണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഉള്ള ഒരു വ്യക്തിയെ അല്ലായിരുന്നല്ലോ ഞാൻ. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. ഇതൊരു എന്താ പറയാ, ഒരു ഇൻസിഡന്റ് ആണ്, വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആക്സിഡന്റോ ഇൻസിഡന്റോ എങ്ങനെയാണെങ്കിലും അത് എനിക്ക് നന്നായിട്ട് ഭവിച്ചു എന്നുള്ളത് കൊണ്ട് ഐ എം സോ ഹാപ്പി. സോ വരാതിരുന്നതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. മ്യൂസിക് എടുത്ത് അങ്ങനെ ഒരു പ്രൊഫഷനാക്കി കൊണ്ട് നടക്കാനുള്ള, ഇങ്ങനെ കൊണ്ട് നടക്കണം എന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആ കാലഘട്ടത്തിൽ മ്യൂസിക് പ്രൊഫഷൻ ആക്കുന്നതിനുള്ള ധൈര്യവും ഫാമിലിയിലെ സപ്പോർട്ടും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു കൈവിട്ട കളിയാണല്ലോ മ്യൂസീഷ്യൻസും ഡാൻസേഴ്സും എന്നൊക്കെ പറയുന്നത്. ഫാമിലിയില് അമ്മ, അച്ഛൻ, അമ്മ എല്ലാവരും സംഗീതജ്ഞരാണ്. അവര് വളരെ സേഫ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അവരെല്ലാരും മറ്റേ എന്താ പറയാ, ഒരാൾ സംഗീത കോളേജിൽ പ്രൊഫസർ, ഒരാൾ വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കർണാട്ടിക് സിംഗർ, അമ്മാവനൊക്കെ. അപ്പൊ അവരുടെ അതിന്റെ ഒരു സൈഡ് എന്താ പറയാ, എല്ലാം കൊണ്ടും അവര് കവേർഡാണ്. ഇപ്പോ നമ്മള് സ്റ്റേജിൽ ഇറങ്ങി പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മ്യൂസീഷ്യൻസിൻ്റെയും, ഇവിടെ ഇങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന മ്യൂസീഷ്യൻസിൻ്റെയും നമുക്ക് അന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അന്ന് ഉണ്ടായാൽ ഉണ്ട് നമുക്ക് ഷോസ്. പിന്നെ എന്താ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു 2 months എല്ലാ ദിവസവും ഷോ ചെയ്യുന്നു വിചാരിച്ചു. അടുത്തൊരു 6 months ചിലപ്പോൾ നമുക്ക് ഷോയെ ഉണ്ടാവില്ല. അതൊരു ഭയങ്കര, അത് ഈ 2 months നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതൊരു ഭയങ്കര ഉറപ്പില്ലാത്തൊരു പണിയാന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥകളൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊന്നും മടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് എന്താ പറഞ്ഞത്, ഏത് ജോലിയിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ? അല്ല, മൈ ഫാദർ വാണ്ട്സ് ടു ബി ഇൻ ദ മെഡിക്കൽ ഫീൽഡ് എടുക്കണം എന്നുള്ളതായിരുന്നു. ബിക്കോസ് ഹിസ് സിസ്റ്റർ വാസ് ഇൻ US ആൻഡ് ഓൾ. സോ പുള്ളിക്കാരനെ ഞാൻ അങ്ങോട്ട് പോകണം എന്നുള്ളതായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതെല്ലാം മാറിയിട്ട് എഞ്ചിനീയറിംഗ് എടുക്കാൻ നോക്കി. പിന്നെ അത് പരാജയമായി. മെഡിക്കൽ ഫീൽഡ് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണല്ലോ എഞ്ചിനീയറിംഗ് എടുക്കുന്നത് ഞാൻ. അപ്പോൾ അങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.